ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അതിനായി നമ്മുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത ശേഷം നമ്മുടെ റൂബി ഹൗസ് എന്നുള്ള ഹെഡിങ്ങിന് നേരെയുള്ള ആ 3 ലൈൻസ് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഒരു ഡ്രോപ്പ് ഡൗൺ പോലെയാണ് നമുക്ക് വരുന്നത്. ആ ഡ്രോപ്പ് ഡൗണിൽ നമുക്ക് ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡ് എന്ന് നമുക്കൊരു താഴെയായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആ ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡ് എന്ന് എഴുതിയ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഇൻ്റർഫേസിലേക്ക് നമ്മളെ ടേക്കപ്പ് ചെയ്യുന്നത്. അപ്പം അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡ് എന്ന് എഴുതിയ സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇൻ്റർഫേസാണ് നമുക്കവിടെ വരിക. നമ്മളുടെ പേര്, ഇമെയിൽ അഡ്രസ്സ്, ഫോൺ നമ്പർ, മറ്റുള്ള വാട്സപ്പ് നമ്പറുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് നമുക്ക് 1 by 1 ആയിട്ട് അവിടെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മുടെ പേരാണ് ആദ്യം വരുന്നത്, പിന്നെ നമ്മുടെ ഫോൺ നമ്പർ, പിന്നെ വാട്സപ്പ് നമ്പർ, പിന്നെ നമ്മുടെ ഇമെയിൽ ഐ ഡി ആണ് വരുന്നത്, നമ്മുടെ കമ്പനി നെയിം, അങ്ങനെ ഓരോ ഡീറ്റെയിൽസും, നമ്മുടെ വെബ്സൈറ്റ് ഡീറ്റെയിൽസ്, പിന്നെ അതേപോലെ നമ്മളുടെ എബൌട്ട് അസ്, എന്താണ് നമ്മൾ എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമ്മുടെ അഡ്രസ്സ് നമുക്ക് എൻ്റർ ചെയ്യാം, കമ്പനിയുടെ അഡ്രസ്സ് അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ എവിടെയാണ് നമ്മുടെ ഓഫീസ്, അങ്ങനെയുള്ള കാര്യങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ അതേപോലെ സർവീസസ്, ഏതൊക്കെ സർവീസസ് ആണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ 1 by 1 ആയിട്ട് നമുക്കവിടെ എഡിറ്റ് ചെയ്ത് മെൻഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ അതേപോലെ നമ്മുടെ സോഷ്യൽ മീഡിയ പേജുകൾ ലിങ്ക് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ 1 by 1 ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ഇത് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജസിൻ്റെ ലിങ്കുകൾ കോപ്പി ചെയ്ത് എവിടെയെങ്കിലും വെക്കുക, നമുക്കിതിലേക്ക് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഉള്ളത് നമ്മളുടെ ബാങ്ക് ഡീറ്റെയിൽസ്, അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള ഓപ്ഷൻ നമുക്ക് ഇതിലുണ്ട്. നമുക്ക് ഈ പേയ്മെൻറ്റ്സ് ഒക്കെ കളക്ട് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ നമ്മൾ അക്കൗണ്ട് ഡീറ്റെയിൽസ് നമ്മളുടെ ഈ ഒരു വിസിറ്റിംഗ് കാർഡിൽ വെക്കണമെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷനിലായിട്ട് അതിൽ വെക്കാം. പിന്നെ നമ്മുടെ ലോഗോ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ഇതിൽ അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ 4 പ്രൊഡക്റ്റ് ഇതിൽ കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും നമ്മൾ കൊടുത്തു. നമ്മൾ ഏതൊക്കെ മേഖലയിലാണ് കണക്ട് ചെയ്യുന്നത് എന്നുള്ള നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഒരു ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള ഓപ്ഷൻ നമുക്കുണ്ട്. അതേപോലെ പ്രൊഡക്ട്സ് ഒക്കെ നമുക്ക് നമ്മുടെ യൂട്യൂബ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പേജുകളിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കുകൾ കൊടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ഡാറ്റ എൻ്റർ ചെയ്യുക. നമ്മുടെ ഫോൺ നമ്പർ, അതേപോലെ വാട്സപ്പ് നമ്പർ സെപ്പറേറ്റ് ആണെങ്കിൽ അത് സെപ്പറേറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ സെയിം തന്നെയാണെങ്കിൽ അത് കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ രീതിയിൽ 1 by 1 ആയിട്ട് നമ്മളുടെ ഓരോ ഡീറ്റെയിൽസും നമ്മൾ ഫില്ല് ചെയ്യുക. എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുക. പിന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എങ്കിൽ പോലും ഇനീഷ്യലി നമ്മളിതൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മളുടെ ഡാറ്റ ഒക്കെ കറക്റ്റാണോ എന്ന് നമ്മളൊന്ന് റീചെക്ക് ചെയ്യുക. നമ്മുടെ എബൌട്ട് അസ്, കമ്പനിയുടെ നമ്മളെ പറ്റിയോ അല്ലെങ്കിൽ നമ്മളെ കമ്പനിയുടെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കുന്നെങ്കിൽ അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ കറക്റ്റ് മെൻഷൻ ചെയ്യുക. പിന്നെ നമ്മുടെ അഡ്രസ്സ്, നേരത്തെ പറഞ്ഞ പോലെ അഡ്രസ്സ് നമ്മൾ കറക്റ്റ് കൊടുക്കുക. പിന്നെ ഏതൊക്കെ സർവീസസ് ആണ് നമ്മൾ കൊടുക്കുന്നതെന്നുള്ളത് വെച്ചാൽ ആ സർവീസസിൻ്റെ ഡീറ്റെയിൽസ് അത് നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്ത് നമ്മൾ കറക്റ്റ് ആണെങ്കിൽ താഴെ ആ ബ്ലൂ ഇതിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് മേലേക്ക് ടേക്കപ്പ് ചെയ്തോളും. അപ്പോൾ നമുക്കങ്ങനെ എത്ര സർവീസസ് വേണമെങ്കിൽ നമുക്കിതിൽ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ ലിങ്ക്സ് ആണ്. അത് ഓൾറെഡി നമ്മൾ എന്ത് ചെയ്യുക, എടുത്ത് വെക്കുക നമ്മുടെ സോഷ്യൽ മീഡിയ ഡീറ്റെയിൽസ്. അത് അവിടുന്ന് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് ഫില്ല് ചെയ്യാവുന്നതാണ്. നമുക്ക് ഓരോ സോഷ്യൽ മീഡിയയും നമ്മൾ ആദ്യമേ അതൊന്ന് റെഡിയായി നിൽക്കുക. ജസ്റ്റ് അത് കോപ്പി, അല്ലെങ്കിൽ എവിടെയെങ്കിലും കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് പേസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെയുള്ളത് നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് ആണ്. അത് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഫില്ല് ചെയ്താൽ മതി. അതിൽ ഓരോ ഡീറ്റെയിൽസും ഉണ്ട്, ബാങ്ക് നെയിം, IFSC കോഡ്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ അതിൽ എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ലോഗോ, അല്ലെങ്കിൽ നിങ്ങളെ പേഴ്സണൽ യൂസിനാണെങ്കിൽ നിങ്ങളുടെ ഇമേജ്, ഫോട്ടോ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൊടുക്കുക. പേഴ്സണൽ ഫോട്ടോ ആണ് കൊടുക്കേണ്ടത്. നമ്മളിവിടെ നമ്മുടെ ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ലോഗോ മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മുടെ ലോഗോ നമ്മുടെ ഗാലറിയിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി സെലക്ട് ആകാൻ വേണ്ടിയിട്ട് പറ്റും. അതിൽ തന്നെ നമ്മൾ ഓപ്ഷൻസ് കൊടുത്താൽ മതി, ചൂസ് ഫ്രം ഗാലറി, അതല്ലെങ്കിൽ ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷൻ നമുക്ക് അവിടെ അവൈലബിൾ ആയിട്ട് കാണുന്നുണ്ട്. അപ്പം നമ്മളുടെ ലോഗോ സെലക്ട് ചെയ്യുക, അതൊന്ന് ജസ്റ്റ് ഒന്ന് റീസൈസ് ചെയ്തിട്ട് നമുക്കത് അവിടെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇൻ കേസ് നിങ്ങളുടെ ഒരു വെർട്ടിക്കൽ ആയിട്ടുള്ള, ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു ലോഗോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ കസ്റ്റമർ കെയറുമായിട്ട് കണക്ട് ചെയ്ത് തന്നാൽ ആ ഫോട്ടോ നിങ്ങൾ കസ്റ്റമർ കെയറിൽ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് എഡിറ്റ് ചെയ്ത് നോർമൽ, നിങ്ങൾക്കിതിൽ
പോസ്റ്റ് ചെയ്യാൻ പാകത്തിന് അവർ ചെയ്തു തരുന്നതായിരിക്കും. പിന്നെ നമ്മളുടെ പ്രോഡക്ട്സ് നമുക്ക് ഇതുപോലെ കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് 4 പ്രോഡക്ട്സ് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ പ്രോഡക്ട്സിൻ്റെ ലിങ്കും നമുക്ക് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ് നമുക്ക് നമ്മളുടെ ഗാലറിയിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ക്യാമറ വെച്ചിട്ട് ഫോട്ടോ സ്പോട്ടിൽ തന്നെ എടുത്ത് അത് ഉപയോഗിക്കാനും നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ് നമ്മുടെ ഗാലറിയിൽ നിന്ന് ചൂസ് ചെയ്ത ശേഷം അത് റീസൈസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ നമുക്ക് അവിടെ ഉണ്ട്. ആ ബ്ലൂ ലൈൻസിൻ്റെ ആ ഒരു കോർണറിൽ ടച്ച് ചെയ്തിട്ട് നമ്മളുടെ സൈസിങ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ താഴെ നമുക്ക് നമ്മളുടെ പ്രൊഡക്റ്റ് എവിടെയെങ്കിലും ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഏതെങ്കിലും വെബ്സൈറ്റിൽ നമ്മൾ സെല്ല് ചെയ്യുന്നുണ്ട് അങ്ങനെ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു URL ഉണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ അണ്ടറിലായിട്ട് ഉള്ള ആ ഒരു സ്പേസിൽ നമ്മുടെ URL കൊടുക്കാം. പിന്നെ അങ്ങനെ നമുക്ക് 4 പ്രൊഡക്റ്റാണ് നമ്മുടെ ഈ ഒരു സിസ്റ്റം വഴി നമുക്ക് എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആയിട്ടുള്ളത്. അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാറ്റഗറി പ്രൊഡക്റ്റുകൾ അതിൽ കണക്ട് ചെയ്യുക. ജസ്റ്റ് ഇതൊരു നമ്മളുടെ ഒരു ഷോക്കേസിങ് പർപ്പസ് ആയതുകൊണ്ട് തന്നെ നിരവധി പ്രൊഡക്റ്റുകൾ ഇതിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇതൊരു നമ്മളുടെ ഇ-കൊമേഴ്സ് വെബ്സൈറ്റോ കാര്യങ്ങളോ ഒന്നുമല്ല, ജസ്റ്റ് നമ്മളുടെ ഒരു ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡാണല്ലോ. അങ്ങനെ 4 പ്രൊഡക്റ്റ് നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എന്നിട്ട് താഴെ കാണുന്ന അപ്ഡേറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡ് റെഡി ആയിട്ടുണ്ടാവും. നമുക്കത് പിന്നീട് എന്തെങ്കിലും അപ്ഡേഷൻ നടത്തണമെങ്കിൽ വീണ്ടും അത് എഡിറ്റ് ചെയ്ത ശേഷം വീണ്ടും അപ്ഡേറ്റ് കൊടുത്താൽ മതി. അതേപോലെ നമുക്ക് ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ലോഗോനനുസരിച്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കളർ പാറ്റേൺ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആ കളർ കളറിൽ നമ്മൾ ഗ്രീൻ കളറിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരിക. നമുക്ക് കളേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ കേഴ്സർ ആ ഒരു എൻഡിലേക്ക് കൊണ്ടുപോയി, അതായത് രണ്ടാമത്തെയും മൂന്നാമത്തെയും കേഴ്സേഴ്സ് എൻഡിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് മേലെ ഇങ്ങനെ ഒരു കളർ പാറ്റേൺ നമുക്ക് കിട്ടും. അപ്പോൾ അത് നമ്മളുടെ ലോഗോ ആയിട്ട് മാച്ച് ചെയ്യുന്ന കളേഴ്സ് നമുക്ക് ഉണ്ടെങ്കിൽ അത് ഓപ്റ്റ് ചെയ്യുക. കാരണം ഇത് ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീസെറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മളുടെ പഴയ കളറിലേക്ക് വിത്തിൻ ക്ലിക്ക് റീസെറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ടൂള് യൂസ് ചെയ്യുക. അപ്പോൾ അത് ഈ 2 കളേഴ്സ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. എന്നിട്ട് അത് അപ്ഡേറ്റ് കൊടുത്ത് സെറ്റ് ചെയ്ത് അപ്ഡേറ്റ് കൊടുത്താൽ മാത്രമേ ഇത് റിഫ്ലക്റ്റ് ആവുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് അത്യാവശ്യമാണെങ്കിൽ മാത്രം ഈ ഒരു ടൂള് യൂസ് ചെയ്യുക. ഇത്രയാണ് നമ്മുടെ ഒരു ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മളവിടെ അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ആവും. അവിടെ നമ്മളുടെ ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡ് വ്യൂ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഏറ്റവും മേലെയായിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡ് നമുക്ക് ഈ രീതിയിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. താഴെ ഷെയർ ചെയ്യാനുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് വാട്സപ്പ് വഴി നമ്മുടെ കാർഡ് ഷെയർ ചെയ്യാനും സാധിക്കും.